ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമേസ് പ്ലാനറ്റ്. ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഫേസ് പാക്ക് റെഡിയാക്കുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് വെള്ളക്കടലയാണ്. കടലമാവിൽ വിവിധങ്ങളായ വിറ്റമിനുകളും പ്രോട്ടീനുകളും മിനറലുകളും അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഗുണങ്ങൾ ചർമ്മത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ട് അത് നമ്മളെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിൽ അധികമുള്ള എണ്ണമയത്തെ വലിച്ചെടുക്കുകയും സുഷിരങ്ങൾ തടയുകയും ചെയ്യുന്നു കടലമാവ്. അതിനാൽ ചർമ്മത്തിൻ്റെ പ്രായമാകുന്ന ഒരു പ്രക്രിയയാണല്ലോ, അതിനെ ഒരു പരിധിവരെ തടയാൻ കടലമാവ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളക്കടല എടുക്കുക. അത് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടി എടുക്കുക. അതും കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. തലേദിവസം ഇട്ട് വെച്ചാൽ മതി, രാവിലേക്ക് അത് സെറ്റ് ആയിക്കോളും. അങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ള വെള്ളക്കടലയും പച്ചരിയും അതേ ആ കുതിർത്ത വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ എത്രത്തോളം നന്നായിട്ട് അരക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. അരിച്ചെടുക്കുന്ന സമയത്ത് അധികം വേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് അരച്ചെടുത്താൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. ഇനി അരിച്ചെടുത്തുള്ള ഈ കടലയുടെയും പച്ചരിയുടെയും വെള്ളം നമ്മളൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ എന്നിട്ട് കുറച്ചും കൂടി അതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്ചറാണ്. നമ്മളൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ഉണ്ടാവുമല്ലോ, ആ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു ക്രീം തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 10 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്രീം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തിലും കഴുത്തിലും കയ്യിലും നമുക്കൊരു ബോഡി സ്ക്രബ്ബറായിട്ട് ഇത് യൂസ് ചെയ്യാം. കടലമാവിൽ ചെറിയ തരികൾ നല്ലൊരു സ്ക്രബും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബോഡി സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിക്കളയാം. അതിനുശേഷം നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വിറ്റാമിൻ ഇൻ്റെ ഓയിൽ ഉണ്ടല്ലോ, ടാബ്ലറ്റ്, അതും കൂടി പൊട്ടിച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഡ്രൈ സ്കിൻ അല്ലെങ്കിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കുറച്ചുകൂടി എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.